ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഞായറാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കാറുള്ളത്. അപ്പോൾ രാവിലെ പെട്ടെന്ന് എളുപ്പത്തിന് ഞാൻ കിച്ചടി പരിപ്പാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകാൻ നേരമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ലഞ്ച് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയതിനനുസരിച്ച് പാത്രമൊക്കെ കഴുകാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മട്ട അരി കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, ഇടയ്ക്ക് പൊന്നിയാവും. അപ്പോൾ മട്ട ആയതുകൊണ്ട് തന്നെ കുക്കറിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം ഒരു കെറ്റിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അപ്പോൾ അരി കഴുകുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളക്കുമല്ലോ. അപ്പം നേരെ അത് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി കഴുകി നേരെ കുക്കറിലിട്ട് ഒറ്റ മൂടലാട്ടോ. ശരിക്കും എനിക്ക് മട്ട അരി വെക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ഈ എന്താ പറയുക പൊന്നിയരിയൊക്കെ വെക്കുന്നതിനേക്കാട്ടും എളുപ്പം കുക്ക് ചെയ്ത് കഴിയും എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മാന്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാന്ത ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്, എന്നാലും നമുക്ക് വീട്ടിലെത്തി ക്ലീൻ ചെയ്യാൻ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കട്ടൊക്കെ ചെയ്ത് വന്നു, നമുക്ക് വേണ്ട പാകത്തിനുള്ള വലിപ്പാക്കി. പിന്നെ ഞാൻ വേഗം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേഗം അത് പേസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. മീനിലേക്കും വേണം, കറിയിലേക്കും വേണം. അപ്പം അത് തന്നെ അതാണ്ട് പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മീൻ മസാല തേക്കാമല്ലോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ കുക്കർ വിസിൽ വന്നു കേട്ടോ. അപ്പോൾ കുക്കർ വിസിൽ വന്ന പാടെ ഞാൻ മീഡിയത്തിലിട്ട് വെക്കുക ചെയ്യാറുള്ളത്. എന്നിട്ട് വിസിൽ വന്ന പാടെ ഞാനത് ഓഫ് ചെയ്യും. പിന്നെ എന്നിട്ട് ആവി പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ മീൻ മസാല തേക്കാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും ഇട്ടു. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് മസാല തേക്കാറുള്ളത്. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ഒരു ഉപ്പിൻ്റെയും മുളകിൻ്റെയും ഒക്കെ എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് വരുമല്ലോ. പിന്നെ ചെറുനാരങ്ങൻ്റെ പുളിയൊക്കെ ആകുമ്പോൾ നമുക്കത് വായിലാക്കുമ്പോൾ തന്നെ നല്ലൊരു അച്ചാർ ടേസ്റ്റ് ചെയ്തൊരു ടേസ്റ്റ് വായിലേക്ക് വരും കേട്ടോ. നല്ലൊരു പുളിയും എരിവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ പണിയൊക്കെ കഴിയാൻ നേരം അത് പൊരിച്ചാൽ മതി. അതിന് മുന്നേ പൊരിച്ച് വെച്ചാൽ അത് തണുത്തോ. മീൻ എപ്പോഴും ചൂടോടെ പൊരിച്ച് കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ചോറ് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തിളപ്പിച്ച് ഊറ്റാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാനൊന്ന് നമ്മുടെ ഒരു ചോറിൻ്റെ ഒരു കുടുക്കയിലേക്ക് ഇട്ടിട്ട് നന്നായി വാഷ് ചെയ്തു കേട്ടോ. ഒരു 2-3 തവണയൊക്കെ വാഷ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ നെയ്ഫ് മോൾ അവിടെ വന്ന് ഇടയ്ക്കൊക്കെ എന്താ പണിയെന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കും ചെറുതായിട്ടൊരു ചുമയുണ്ട്. ഇവിടുത്തെ ഇങ്ങനെ എന്താണ് നല്ല ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ 24 മണിക്കൂർ അവർക്ക് ബാത്റൂമിലാട്ടോ കളി. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ എന്തായാലും ഉപ്പേരിക്ക് ഞാൻ വേഗം ഇത് തട്ടിക്കൂട്ട് വേഗം പെട്ടെന്ന് ചോറാക്കുന്ന പരിപാടി കേട്ടോ. ഒന്നാമത് ലേറ്റ് ആയിനല്ലോ, നമുക്ക് പെട്ടെന്ന് ചോറായി കിട്ടും വേണം. അപ്പോൾ ഞാൻ വേഗം 2 ബീട്രൂട്ട് എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. തലേന്ന് സാലഡിലേക്ക് എടുത്ത ഒരു 1/2 കഷ്ണം ക്യാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബീട്രൂട്ടൊക്കെ ഇത് അരിഞ്ഞ് വെച്ചു. പച്ചമുളകും കുറച്ച് കറിവേപ്പൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തിളപ്പിച്ച് വെറ്റാൻ വെച്ച ചോറ് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുത്തു കേട്ടോ. ഒന്ന് നന്നായി തിളക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അത് എടുത്ത് ഊറ്റുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെ ഇത് ചോറിനായിട്ടുള്ള കുടുക്ക ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്നാണ്. പിന്നെ ഞാൻ വേഗം ഉപ്പേരിക്ക് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേഗം കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സാധാരണ ഉപ്പേരി വെക്കുമ്പോഴൊന്നും നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തേങ്ങ അരച്ച് ചമ്മന്തി ആക്കിയിട്ട് ഉപ്പേരിയിലേക്ക് ആഡ് ചെയ്യാറില്ല. ഈ ബീട്രൂട്ട് നല്ല വേറെ ഇതിനാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീരക്ക് മാത്രം ചെയ്യാറുണ്ട്. ആ വിചാരിക്കും ഇനി വെറുതെ അതിനും കൂടി തേങ്ങ എടുത്തിട്ട് തേങ്ങ തീരണ്ട വെച്ചിട്ടാണ് ഒന്നാമത്. പിന്നെ ഞാനിങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് തന്നെ നല്ല ടേസ്റ്റായി തോന്നാറുണ്ട് കേട്ടോ. ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ വേഗം ബാക്കിയൊക്കെ അതിലേക്ക് ഇട്ട് അത് ഇളക്കി. ഇനി അതിന്മേൽ പണിയൊന്നുമില്ല, അത് സിമ്മാക്കി വെച്ചു. ഇനി അതിൻ്റെ ഇടയിൽ അതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൻ്റെ വാഷറൊക്കെ എടുത്ത് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ അടിയിലേക്കൊക്കെ ഇങ്ങനെ ഊറിക്കെടുക്കുന്ന ചോറുണ്ടാവും, അവിടെയൊക്കെ പശ മാതിരി കിടക്കും. അപ്പോൾ ഞാൻ ആദ്യം എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരെ നമ്മുടെ ഈ കുക്കറിൻ്റെ ആ റബ്ബർ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് മാറ്റി വെച്ച് കുക്കർ ഇട്ടിട്ട്
നമ്മൾ നേരെ അതിൻ്റെ ആ ഒരു കൈപ്പിടി ഭാഗം വിടർത്തി വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കമിഴ്ത്തി കൊടുത്താൽ നേരെ വെള്ളം ഊർന്നു പോവുകയും ചെയ്യും. ഒരൊറ്റ വറ്റ് പോലും താഴേക്ക് പോവുകയും ചെയ്യൂല കേട്ടോ. അത് ഞാനൊരു യൂട്യൂബിൽ വേറൊരു ആളെ വീഡിയോയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയായിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നല്ല സുഖമാണ്. പിന്നെ ഞാൻ വേഗം ചെറിയുള്ളി തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ തക്കാളി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻകറി വെക്കാത്തപ്പോഴൊക്കെ പെട്ടെന്നൊരു മുളകിട്ട കറി എന്നുള്ള രീതിക്ക് ഞങ്ങളെപ്പോഴും തക്കാളി കൂട്ടാനാട്ടോ അധികം ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാൻ വേഗം കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ പിന്നെ അരിഞ്ഞ് വെച്ച് അരിയാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ വേഗം ഒരു ചെറിയൊരു പാത്രം തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെവിൽ വെച്ച് ഓണാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് വേഗം ചെറിയുള്ളിയൊക്കെ അരിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ആ പണിയൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായ വേഗം ഉള്ളി അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സാധാരണ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ട് ഞാനിവിടെ ബിരിയാണിയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കൊരു മൂഡില്ല. ഞങ്ങൾ വെള്ളിയാഴ്ച ആയിട്ട് ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് പിന്നെ നല്ലൊരു സാദാ ലഞ്ച് പിടിക്കാമെന്ന്. അപ്പോൾ ഇന്ന് നല്ലൊരു മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പിന്നെ ശരിക്കും ഇതാണ് കുറച്ചുകൂടി പണിയുള്ളതായിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. ഒക്കെ ഇങ്ങനെ എല്ലാ കൂട്ടാനും ഇങ്ങനെ ആക്കി വരണ്ടേ. പിന്നെ ഞായറാഴ്ച പൊതുവേ ഞാൻ ഈ പറഞ്ഞ പോലെ ലേറ്റായി എണീക്കുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പണിയൊക്കെ കഴിക്കണം. എന്നാലേ പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, അങ്ങനെയുള്ള കുറേ പണികളുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ചെയ്ത് തീർത്താൽ പിന്നെ ഈ കാണുന്ന പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് മക്കൾ അവിടെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവരും ഇക്കാക്ക ഒന്ന് വീട്ടിലുള്ളതുകൊണ്ട് കേട്ടോ വല്ലാതെ എന്നെ ഇതാക്കാൻ വരാത്തത്. അല്ലെങ്കിൽ അവർ ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലും പണിയെടുക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുക്കളയിൽ വരണം. നമ്മൾ ഈ ഗ്യാസ് സ്റ്റവൊക്കെ വെച്ച് അതിൻ്റെ മേലെ കയറിയിരിക്കണം. അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ് ഉണ്ടാവാറുള്ളത്. അപ്പം ഞാൻ ഒന്നെങ്കിൽ അവർ എണീക്കുന്നതിൻ്റെ മുന്നൊക്കെ കുക്കിംഗ് തീർക്കും. ഇനി അഥവാ കുറച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അവരെ വെച്ചിട്ടൊക്കെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടോ. അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇവിടെ കറി വേണം. ലൂസായാൽ ആക്കത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ പിന്നെ കട്ടിയിൽ തന്നെയാണ് ആക്കാറുള്ളത് കേട്ടോ. എനിക്കും കട്ടിയിൽ തന്നെ വേണം. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ഒക്കത്ത് കയറിയിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ തക്കാളിക്കറിയിൽ സാധാരണ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ. എന്താപ്പോൾ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ സാധാരണ കടുക് പൊട്ടിക്കാറില്ല. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ശീലമായി പോയിട്ടോ. അപ്പം ഞാൻ വേഗം കടുക് പൊട്ടിക്കാതെ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും പിന്നെ ഇങ്ങനെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് വിതറിയിട്ട് ഒന്ന് ഈ തക്കാളി ഒന്ന് വെന്തുടയുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ബാക്കി ഇതിൻ്റെ പണി നോക്കിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി മറന്നു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലാച്ചാൽ അത് അടി പിടിച്ചു പോവും. പിന്നെ ഇതാ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആദ്യം തന്നെ കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഒക്കെ കഴുകി വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രമുണ്ട്, പിന്നെ ഇപ്പോൾ ഉപ്പേരി അരിഞ്ഞ പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ പാത്രം ഇടയ്ക്ക് ഇങ്ങനെ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അത് വേറൊരു പണിയായി ബാക്കി കിടക്കും. ഈ എല്ലാവരും ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്താ വീട്ടിൽ പണിയെന്ന്. ഈ പുറത്ത് പണിക്ക് പോകാത്ത സ്ത്രീകളോട് സാധാരണ എല്ലാവരും കേൾക്കുന്നൊരു ചോദ്യമാണല്ലേ. ഇതൊക്കെ വീട്ടിലുള്ള പണിയാണ്. ഇപ്പം നമുക്ക് ക്യാമറയെ വെച്ച് കാണിക്കാൻ പറ്റുന്നത് ചുരുക്കേ ഉണ്ടാവുള്ളൂ. ഇത് കാണിക്കാത്ത ഒരുപാട് പണി നമുക്ക് വീട്ടിലുണ്ടാവില്ലേ. അത് വീട്ടിൽ പണിയെടുക്കുന്നവർക്കേ അതിൻ്റെ പറ്റിയിട്ട് അറിയുള്ളൂ. പുറത്തുനിന്ന് ചോദിക്കുന്നവരായിരിക്കും എന്താ ഇപ്പോൾ രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം വരെ പണിയൊന്നും ഇല്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ എന്നാവും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. പിന്നെ ചിലർ വിചാരിക്കുന്നവരുണ്ട് ഗൾഫിലായാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ എല്ലാവരും എടുക്കുന്ന സെയിം പണി ഇവിടെ എടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഗൾഫുകാർ അവരുടെ ഒരു നല്ല ഭാഗം മാത്രമാണ് എപ്പോഴും എല്ലാ വീഡിയോസിലൂടെയും കാണിക്കാറുള്ളത്. നമുക്ക് വീട്ടിൽ ഈ നാട്ടിലെടുക്കുന്ന എല്ലാ പണിയും ഇവിടെ എടുക്കണം. എനിക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല കേട്ടോ. എനിക്ക് കുറച്ച് പണിയെടുത്താൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നുള്ള ആളാണ്. പക്ഷെ നമ്മളിപ്പോൾ നമ്മളെ ഉമ്മൻ്റെ പെറ്റായിട്ട് ജീവിക്കുന്ന ചെറിയ മക്കളൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ വലുതായി, ഇപ്പം നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം, അല്ലാതെ വേറെ ആരും ഉണ്ടാക്കി തരാനില്ല. അപ്പോൾ നമ്മൾ നമ്മളെ ഉമ്മൻ്റെ സ്ഥാനത്തെത്തി. അപ്പോൾ ഇനിയിപ്പം മക്കൾക്ക് നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളെ കടമായതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. പിന്നെ രണ്ടാളുണ്ടായിട്ട് ഒറ്റയ്ക്ക് എന്തിനാ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതായിട്ടുള്ള കഴിവുണ്ട് ഓൾറെഡി.
നമ്മൾ വേറെ ആരെങ്കിലും സഹായത്തിന് ഉണ്ടാകുമ്പോൾ പിന്നെ അവരുടെ ആ ഒരു സഹായത്തിൽ നമ്മുടെ എല്ലാ കഴിവും പുറത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഉണ്ട്. നമുക്ക് അടച്ചിട്ടിട്ട് നമുക്ക് നമ്മളെ പണികൾ എപ്പോഴാണെന്ന് വെച്ചാൽ എടുക്കാം. ഇന്ന സമയം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയതിന് ശേഷം മക്കളെ കൂടെ വീണ്ടും കിടന്നുറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് എണീറ്റ് പിന്നെ ബാക്കി പണിയൊക്കെ എടുക്കാൻ തോന്നുന്നത് വെച്ചാൽ അപ്പം എടുക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ നാട്ടിലായാൽ തന്നെ നമുക്കറിയാം എല്ലാവരുടെ ചോദ്യത്തിന് നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ വെച്ചാൽ നമുക്ക് ഇവിടെ എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ പുറത്ത് വേണമെങ്കിൽ പുറത്ത് പോവാം, എപ്പോഴാണ് വരേണ്ടത് വെച്ചാൽ വരാം. ചെറിയ മക്കളുടെ വെച്ചിട്ട് നമുക്ക് ഒന്നും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അവർ ഈ ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതരായിരിക്കേണ്ട ആൾക്കാരുടെ കയ്യിലാണ് അപ്പോൾ അവരുള്ളത്. അപ്പോൾ നമുക്കതൊരു ബാധ്യതയായി തോന്നില്ല. പക്ഷെ നമ്മൾ വേറെ ആരെങ്കിലും കയ്യിലാണെന്നുണ്ടെങ്കിൽ അവർക്കത് എന്തിനാണ് ഈ നേരത്ത് പോകുന്നത്, ഇപ്പം എന്തിനാണ് പോകുന്നത്, കുട്ടികളുള്ള വിചാരമില്ലേ എന്നുള്ള അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. എൻ്റെ കാര്യമല്ല കേട്ടോ പറയണത്, ഞാൻ പൊതുവെയുള്ള എല്ലാവരുടെ കാര്യമാണ് പറയുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ പുറത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. ഇന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാം. അത് വിചാരിച്ച് എപ്പോഴും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതെന്നല്ല, നമ്മളും പുറത്തുള്ള ഇവിടെയുള്ള എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എനിക്കറിയാം എല്ലാവരും ബഡ്ജറ്റ് നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ദുബായ് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസ് കൂടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യത്തിലൊന്നാണ് നമ്മുടെ UAE എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമില്ല. നമ്മൾ ബഡ്ജറ്റ് നന്നായിട്ട് ടൈറ്റായി പിടിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ് എല്ലാവരും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തി പിന്നെ ഒന്ന് പുറത്തു പോവും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ അധികം ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുക്കാത്ത ഉള്ള സ്ഥലത്തൊക്കെയാണ് അധികം ഞങ്ങൾ പോവാറുള്ളത്. എന്ന് വെച്ചാൽ മാസം നമുക്ക് ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ജോലിക്ക് പോകണമെന്ന് ചോദിച്ചാൽ പോകാനും താല്പര്യമുണ്ട്. പക്ഷേ എന്താ പറയുക, മക്കളായിട്ട് പോകാനുള്ളൊരു വിഷമം കൊണ്ട് അങ്ങനെ പോകാനായിട്ടുള്ളൊരു ഇത് വരുന്നുമില്ല കേട്ടോ. നമ്മുടെ 2 മക്കളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന പോലെ വേറെ ആരാ അപ്പോൾ ഇങ്ങനെ നോക്കാന്നുള്ള ആ ഒരു ചിന്തയും വരാറുണ്ട്. 2 മേലും കണ്ണെത്തണം. പിന്നെ ഇവിടെ അത്യാവശ്യം ഡേ കെയറിലൊക്കെ നല്ല പൈസ വരും മക്കളെ നോക്കുന്നതിന് കേട്ടോ. 2 കൂടി ആകുമ്പോൾ പിന്നെ നമുക്കൊക്കെ ഫ്രഷേഴ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ സാലറി എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അത് കൊണ്ടുപോയി ഡേ കെയറിൽ കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇവരൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വിധം ഞാനൊരു മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് 2 കൂടി ഒരു നേരത്തെ ഫുഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ആരാപ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുക്കാനൊക്കെ നിൽക്കുന്നത് എന്ന് വിചാരിക്കും. ഇൻഷാ അല്ലാഹ് എന്തായാലും ഭാവിയിൽ ഇവർ കുറച്ചുകൂടിയൊക്കെ വലുതായതിന് ശേഷം നാട്ടിലോ എവിടെയാണ് അപ്പോൾ ഉള്ളത് വെച്ചാൽ ജോബൊക്കെ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ അടുക്കളയിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി പോവാതെ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതെപ്പോഴും ഒരു താങ്ങാണല്ലോ. ഞാനിതിൻ്റെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം ശക്തി തരും എന്നുള്ളത് എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനലും തുടങ്ങാം, എനിക്കിങ്ങനെ വെറുതെ വീട്ടിലിരിക്കേണ്ട എന്നുള്ള ആ ഒരു തോന്നലാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതതിൻ്റെ കത്തിയടിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള ഞാനൊക്കെ ഗ്യാസ് സ്റ്റോവും പിന്നെ അതിൻ്റെ റാക്കും ഒക്കെ ക്ലീനാക്കി. പിന്നെ ഈ അടുക്കള ക്ലീനാക്കുക എന്ന് പറയുന്ന പരിപാടി കുറച്ചധികം ഇട്ടില്ലേ. അപ്പോൾ അറിയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെങ്കിലും ഈ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാത്രം കഴുകലും അവിടെ ഫുള്ള് മൊത്തം നന്നാക്കുക എന്ന് പറയുമ്പോൾ അതിന് തന്നെ അത്യാവശ്യം ടൈം പിടിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ പാത്തുമ്മ വന്ന് ഫോൺ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. 2 കൂടി വന്നിട്ടുണ്ട്. അവർ ഫോണ് എന്താ ഇങ്ങനെ കൈ വെച്ച് വലിച്ചു നോക്കുകയാണ്. കിട്ടിയാൽ എടുത്ത് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ 2 കൂടെ അവിടെ നിന്ന് പായിപ്പിച്ചേ. ഞാനവിടെ അടിച്ചു തരുമായിരുന്നു. അപ്പോൾ താഴെ ഫുള്ള് ചണ്ടിയായിരുന്നു. അപ്പോൾ അവർ നിൽക്കുന്നതുകൊണ്ട് വൃത്തിയിൽ അടിച്ചു തരാൻ കഴിയാത്തതുകൊണ്ട് വേഗം അവിടെ ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ റൂമിലേക്ക് വന്നു കേട്ടോ. റൂമിലേക്ക് വന്നപ്പോൾ റൂം മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ആദ്യം പോയി ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി.
എൻ്റെ വീഡിയോ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇവിടെ 2 ബെഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ 2 നന്നാക്കുക എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം പണിയാണ്. താഴെയുള്ള ബെഡിനാണെങ്കിൽ ഞാൻ കുറേ ലെയർ ബെഡ്ഷീറ്റ് മാതിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സമാധാനത്തിന് ഇട്ടാണ്. അത് കുറച്ചൊരു പഴയ ബെഡാണ്. അപ്പോൾ അതിന്മേൽ കിടക്കാനൊരു സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ വൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറേ കോട്ടിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നാക്കുമ്പോൾ ഇതൊക്കെ തട്ടിക്കൊട്ടി എടുത്ത് നന്നാക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു പണിയുള്ള കാര്യം കേട്ടോ. പക്ഷെ ഇത് നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ റൂമൊന്നും അടിച്ചു തുടച്ചിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് കേട്ടോ, എനിക്ക് വട്ടാണ്, എന്തിനാണ് ഇത്ര തോനെ കോട്ടിങ്ങൊക്കെ ഒരു ബെഡ്ഷീറ്റിന് ഇടണമെന്നുള്ളത്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ടിട്ട് വൃത്തിയിലായാലേ എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനമുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ എൻ്റെ മനസ്സിന് സമാധാനം കളയണത്. അപ്പം ഞാനിതാ ആദ്യം അടിയിലൊരു ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ മേലൊരു പഴയൊരു കംഫർട്ടർ ഉണ്ട്, അത് വിരിക്കും. എന്നിട്ടൊരു പഴയ ബെഡ്ഷീറ്റ് കേട്ടോ. പഴയ ബെഡ്ഷീറ്റ് പറഞ്ഞാൽ ഇതാണ് പകൽ വിരിക്കുക, ഇങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റാണ് വിരിക്കുക. എന്നിട്ട് ഞാൻ രാത്രി ആകുമ്പോൾ ബെഡ്ഷീറ്റ് ഒരു കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഇതിൻ്റെ മേലെ വിരിച്ചിട്ടാണ് ഇങ്ങനെ താഴെ കിടക്കാറുള്ളത് കേട്ടോ. മക്കളെ കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടയായിട്ട് മക്കൾക്ക് പിന്നെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇവിടെ ചൂടായതുകൊണ്ട് പിന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് അതിന് നിർബന്ധിക്കാൻ പോവാറുമില്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ നിർബന്ധിച്ച് ഇടിപ്പിക്കും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ അതൊരു ശീലമായി മാറണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇടാതെ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊരു ശീലമായി മാറുമല്ലോ. ഞാൻ കുളിപ്പിച്ച് ഒക്കെ മാറ്റിയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കും. അതിൻ്റെ ബാക്കിൽ അവരത് ഊരിയിടും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ ഭാഗവും ഓടി നടന്ന് ക്ലീൻ ആക്കുകയാണ്. പിന്നെ ടോയ്സൊക്കെ ആദ്യം എടുത്ത് വെച്ചാണ്. എന്നിട്ടും ഇനിയിപ്പോൾ കുറച്ച് ടോയ്സ് ഇനിയും ബാക്കിയുണ്ട്. അവിടെയും ഇവിടെയായിട്ട് അടിച്ചിരുമ്പോൾ അറിയാമല്ലോ, അടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നും താഴത്തുണ്ടായാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അത് നന്നാക്കാൻ നടക്കണം. പിന്നെ അടുക്കളയിൽ നിന്ന് കുറച്ച് പോരാത്തതിനുള്ള കുപ്പിയും പാത്രങ്ങളും അതും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂമും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയിട്ട് അടിച്ചു വാരി തുടക്കലും നടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മീനൊന്ന് പൊരിക്കാനിടുകയും ചെയ്യാച്ചിട്ട് ഞാൻ വേഗം പോയി പാൻ അടുപ്പത്ത് വെച്ച് പോന്നിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്, എന്നാലും മീൻ പൊരിക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കൂട്ടോ. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഈ നല്ലൊരു മസാലയൊക്കെ ഉണ്ടാക്കി മീനൊക്കെ തേച്ച് വെച്ചത് ആ ഒരു നല്ല വെളിച്ചെണ്ണയെ പൊരിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ വേറെ ഏത് ഓയിലിൽ പൊരിച്ചിട്ടും ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ മീൻ പൊരിക്കാനിട്ടു. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അടിച്ചിട്ട് കഴിഞ്ഞ് വേഗം തുടക്കുകയാണ് കേട്ടോ. തുടച്ച് കഴിഞ്ഞിട്ട് വേഗം എൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ വേഗം തുടക്കുന്ന പരിപാടി തീർക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു വട്ടം തുടച്ചാലൊന്നും ഒരു സമാധാനം കിട്ടൂല കേട്ടോ. എനിക്ക് 2 വട്ടം തന്നെ തുടച്ചിടണം, എന്നാലേ ഒരു സംതൃപ്തി എനിക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് പിന്നെയും പോയി വെള്ളം എടുത്ത് രണ്ടാമത് തുടക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളെ മീനിനെ നോക്കുന്നുണ്ട്. മീനും അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഉക്കാക്കൊക്കെ അത്യാവശ്യം നല്ല മുരിഞ്ഞ് കിട്ടണം കേട്ടോ മീൻ. അധികം മീൻ പ്രേമികൾക്കൊക്കെ അധികം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഹാഫ് വേവിലാണ് മീൻ കിട്ടാൻ ഇഷ്ടമുണ്ടാവും കേട്ടോ. പക്ഷേ എനിക്കും ഉക്കാക്കൊക്കെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് മുരിഞ്ഞ് കിട്ടണം മീൻ. അപ്പോൾ ഇതാ ഒരു ഭാഗമായപ്പോൾ ഞാൻ അടുത്ത ഭാഗത്തേക്ക് മറിച്ച് കിട്ടും. അപ്പോഴേക്കും ഇതാ നമ്മുടെ റൂമൊക്കെ ഇതാ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ നന്നായി അടിച്ചു വാരി തുടച്ച് എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. പക്ഷേ ആ സന്തോഷമൊക്കെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഇടയിൽ തന്നെ പോകും കേട്ടോ. പിന്നെ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാനോ നിൽക്കാറില്ല. പിന്നെ ഞാൻ കിടക്കാൻ നേരം പിന്നെ ഒന്നുകൂടി ഒന്ന് അടിച്ചു കയറിയിടും എന്നല്ലാതെ മക്കളുള്ളതല്ലേ, അവർക്ക് ആകെ കളിക്കാൻ ഈ റൂം തന്നെ ഉള്ളൂ. അപ്പോൾ അവർ അവിടെ ഫുള്ള് പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ നിരത്തിയിടും. റൂം കണ്ടാൽ പിന്നെ ഒരാഴ്ച ആയിട്ട് അടിച്ചേരി തുടക്കാത്ത കോലത്തിലാവും ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാനിത് അതിൻ്റെ കുളിയൊക്കെ അതിൻ്റെ ഇടയിൽ വേഗം കഴിച്ച് വന്നിട്ടോ, കുളിയും നിസ്കാരമൊക്കെ. എന്നിട്ട് ഞാൻ വേഗം പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വെച്ചിട്ട് അവർക്ക് കുറച്ച് യോഗട്ടും പിന്നെ ചോറും പിന്നെ ഒരു കഷ്ണം മീനും പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഉപ്പേരിയൊക്കെ അവർക്ക് കഴിക്കാൻ കുറച്ചൊരു മടിയാണ്, എന്നാലും ഞാൻ ചോറിൽ മൊത്തത്തിലാണ്ട് കൂട്ടി കുഴച്ച് അറിയാത്ത പോലെ ഉരുളാക്കിയാണ്ട് കൊടുക്കുക ചെയ്യാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ വായ തട്ടി അങ്ങോട്ട് തുപ്പും, എന്നാലും ഞാൻ പിന്നെ കുറച്ച് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് വായിലേക്ക് തന്നെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് കഴിച്ചോളും. അവർക്ക് ഇപ്പോഴേ കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ വലുതാകുമ്പോൾ കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കൊടുത്ത് ശീലമാക്കണമല്ലോ. പിന്നെ ഇതാ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കൊടുക്കുന്ന തന്നെ ഒരു യുദ്ധമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും കൂടി നടക്കില്ല. പിന്നെ അതാ ഞങ്ങൾ രണ്ടാളും വേഗം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. മീനൊക്കെ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ അപ്പോൾ ഞാൻ ആദ്യം കാക്കക്ക് ചോറ് വിളമ്പി കൊടുത്തു, ഉപ്പേരിയും
കുറച്ച് തൈരും പിന്നെ കുറച്ച് ഒരു മീൻ പൊരിച്ചതും തക്കാളി കൂട്ടാനും ഒക്കെ അത്യാവശ്യം നല്ല കറി വേണം കേട്ടോ. ഞാനൊക്കെ ഒരു ഇത്തിരി കറിയെ കൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് കട്ടിയിൽ തന്നെ അത്യാവശ്യം കറിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ ബിരിയാണിയിൽ കുറച്ച് ചമ്മന്തി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കോംപ്ലിമെൻറ്റിന് വേണ്ടിയിട്ടാണല്ലേ ഏതൊരു പണിയാണെങ്കിലും കിച്ചണെന്നല്ല ഏത് പണിയാണെങ്കിലും എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം കാക്കയോട് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ, എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് കിട്ടണം നിർബന്ധമാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ മൂപ്പര് പറയാനും അങ്ങനെ മടിയില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാനും അപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും പിന്നെ ലിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാവരും തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.